CPM കൊല്ലം ജില്ലാ സമ്മേളനം സമാപിച്ചു. എസ് സുദേവനെ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. വിഭാഗീയത രൂക്ഷമായ കരുനാഗപ്പള്ളിയിൽ നിന്ന് ആരെയും തന്നെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കാനിരിക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് പാർട്ടി കൊല്ലം ജില്ലാ സമ്മേളനം ചിട്ടയോടെ കൊട്ടിയത്ത് നടന്നത്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 4 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുതിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. പാർട്ടിയെ ആകെ നാണം കെടുത്തിയ കരുനാഗപ്പള്ളിയിലെ തമ്മിലടി CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള PR വസന്തൻ, PK ബാലചന്ദ്രൻ, C രാധാമണി, B ഗോപൻ എന്നീ 4 അംഗങ്ങളെ പുതിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തനും സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിയും തമ്മിലുള്ള പോരാണ് കരുനാഗപ്പള്ളിയിൽ പാർട്ടിയിലെ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടതെന്നാണ് സമ്മേളനം വിലയിരുത്തിയത്. അച്ചടക്ക ലംഘനം പാർട്ടി വച്ചുപറപ്പിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. തൊഴിലില്ലായ്മ ഒരു പരിധിവരെ പരിഹരിക്കുന്നു മാത്രമല്ല ഇതിനർത്ഥം ഇന്നലെ വരെ തൊഴിലില്ലാതിരുന്ന 20 ലക്ഷം ആളുകൾക്ക് അവന്റെ വീട്ടിലേക്ക് ഒരു 20,000, 30,000, 40,000, 50,000 രൂപ കിട്ടുമ്പോൾ ആളോഹരി വരുമാനം ഇന്ത്യയിലെ റെക്കോർഡിലേക്ക് കേരളം മാറും. സമ്പത്ത് വ്യവസ്ഥ വേറൊരു രീതിയിലേക്ക് വളരും. ഇന്ത്യയുടെ മറ്റു വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ഒരു ചിത്രം എല്ലാവർക്കും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത. ആ സാധ്യതയോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആളോഹരി വരുമാനം കൂട്ടാൻ സാധിക്കുന്ന സ്ഥിതി, ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകൾക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്ന കമ്പോളം, ഒരു പ്രസരിപ്പുള്ള കേരളമായിട്ട് ഈ കേരളത്തിൽ രൂപപ്പെടുത്താൻ കഴിയും. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 44 പേരെയാണ് തിരഞ്ഞെടുത്തത്. 2 ഒഴിവിലേക്ക് അംഗങ്ങളെ പിന്നീട് നിശ്ചയിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം, മുൻ MLA P ഐഷ പോറ്റി അടക്കം 9 പേരെ ഒഴിവാക്കി. 450 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2025 ഏപ്രിൽ 2 മുതൽ 6 വരെയാണ് മധുരയിൽ 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുക. പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകുമെന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറി S സുദേവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.